ന്യൂനപക്ഷം സംഘടിതരാണ്. അവർ സംഘടനാശക്തി കൊണ്ട് എല്ലാം നേടിയെടുക്കുന്നു. അർഹതയില്ലാത്തതുവരെ നേടിയെടുക്കുന്നു എന്ന് AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഇത് തന്നെയല്ലേ വെള്ളാപ്പള്ളി നടേശനും പറയുന്നത്? ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ്. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ്. ഈ സംഘടിത ന്യൂനപക്ഷം ആ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു, കൂടുതൽ വിലപേശൽ നടത്തുന്നു എന്നൊരാക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട്. ആ ആക്ഷേപത്തിൻ്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു. ആ സത്യം ആരും വിസ്മരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗൾഫിലേക്കുണ്ടായിട്ടുള്ള കുടിയേറ്റവും അമേരിക്ക, യൂറോപ്പ് ഇവിടെയുള്ള കുടിയേറ്റത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടിയത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കാണ്. അതുണ്ടാക്കിയ സാമ്പത്തിക അസമത്വം കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിലുണ്ട്, കേരളത്തിലെ പട്ടണങ്ങളിലുണ്ട്. ഇതിൻ്റെ എല്ലാം പരിഭവങ്ങളും പിണക്കങ്ങളും കേരളീയ സമൂഹത്തിൽ ഉണ്ട്. ഈ യാഥാർത്ഥ്യം കാണരുത്. ഇതിൻ്റെ ഒരു കൂട്ടത്തിലാണ് പല രാഷ്ട്രീയമായിട്ടുള്ള പല ശക്തികളുടെ മുതലെടുപ്പുകൾ. ഇതെല്ലാം കാണാൻ ഇവിടുത്തെ ന്യൂനപക്ഷ നേതാക്കന്മാരും തയ്യാറാകണം. അവരും കുറച്ചുകൂടെ സംയമനം കാണിക്കണം. സംഘടിത ശക്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ചു കളയാം എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഉപദേശിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതിനെ സോഫ്റ്റെന്നോ ഹാർഡെന്നോ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു തൊട്ടാവാടിയൊന്നും അല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും കേരള സമൂഹത്തിലും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ന്യൂനപക്ഷങ്ങളാണ്. ആ സത്യം കാണുന്നിടത്താണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ന്യൂനപക്ഷങ്ങളോട് കുറച്ചുകൂടെ സംയമനം പാലിക്കണം, ന്യൂനപക്ഷ നേതാക്കന്മാർ കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധം കാണിക്കണം, കുറച്ചുകൂടെ സംയമനം കാണിക്കണമെന്ന് പറയുന്നത്. അതിനെ സോഫ്റ്റ് ഹിന്ദുത്വമെന്നോ ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചാൽ പറഞ്ഞാൽ ഞാൻ സത്യം പറയുള്ളൂ, പറയാൻ മിണ്ടായിരിക്കാൻ.